പ്രശ്നം എന്ന് പറയുന്നത് ചേച്ചി ഒരു ഒറ്റ കുട്ടിയായിരുന്നു അവർക്ക്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏഹ്, ആദ്യം നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ അച്ഛനമ്മയ്ക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടായിരിക്കുമല്ലോ, അങ്ങനത്തെ അതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ പിന്നെ അത് മനസ്സിലായി ഇത് ഭയങ്കര ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുക്കാനായിട്ടുള്ള കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ വാസ്തവം. ഇപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി ചിലപ്പം ആൻറ്റി ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ആൻറ്റി ആയിരിക്കും അത് ഡിസിഷൻസ് എടുക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആ ഒരു റിസപ്ഷൻ്റെ അന്ന് രാത്രി ഒരു 12 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ റൂം അടച്ചിട്ടും ഒക്കെയാണ് അവർ പോയി പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് എവിടെയോ പോയിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഒരു 24 അവർ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചേട്ടന് ഈ ചേച്ചിയെ അങ്ങനെ വിട്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 4 ദിവസത്തെ ഒരു ഹണിമൂണിന് ആൻഡമാനിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ഇവർ അത്രയും ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിയത്. അതിലും പക്ഷേ ഇവരുടെ ഇൻ്റർവെൻഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഇപ്പം ഇവർ പോയ സമയത്ത് എന്തോ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. ഇവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ടൂർ ഓപ്പറേറ്റർ വഴി കണ്ടുപിടിച്ച് അവിടെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല, അവിടെ ഉണ്ടോ, അത്രത്തോളം പൊസസീവായിരുന്നു ഈ ചേച്ചിയുടെ കാര്യത്തിൽ ആൻറ്റി. അപ്പം ഇവർക്കൊരു പ്രൈവസി കൊടുത്തിട്ടില്ല, ഭയങ്കരമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള ഒരു ചെറിയ കാര്യം പോലും ആ ആൻറ്റിയാണ് ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നതും, അല്ലെങ്കിൽ അതിനൊരു ഡിസിഷനും പറയുകയും ഇടപെട്ടുകൊണ്ടും ഇരുന്നത്. അത് ഒരു ആളെ സംബന്ധിച്ച് പ്രൈവസി, പ്രത്യേകിച്ച് മാരീഡ് ലൈഫിലൊരു പ്രൈവസി ആരായാലും ആഗ്രഹിക്കും. അത് കിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്.